മലയാളികളുടെ മാന്ത്രിക മുത്തച്ഛനാണ് വാഴക്കുന്നം. അദ്ദേഹം മലയാള മാന്ത്രികരുടെ മഹാഗുരുകുലത്തിൻ്റെ പരമാചാര്യനായിരുന്നു. അങ്ങനെ ഒരു വലിയ തീപ്പന്തത്തിൽ നിന്ന് നാളങ്ങൾ, തിരികൾ പൊട്ടിപ്പുറപ്പെട്ടതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മാന്ത്രിക ലോകം. വാഴക്കുന്നം ഇല്ലത്തേക്ക് വഴി നടക്കുമ്പോൾ വാക്കുകളേക്കാൾ വിസ്മയങ്ങളായിരിക്കും മാർഗദീപങ്ങൾ. കാതിൽ നിറയെ കേട്ടുനിറഞ്ഞ കൈയടക്കത്തിന്റെ കഥകൾ, ആനയെയും തീവണ്ടിയെയും മയക്കുന്ന മായാവിലാസങ്ങൾ, മാന്ത്രിക മുത്തച്ഛന്റെ മന്ത്രവിരലുകളുടെ ഗാഥകൾ. രാമൻ അടിയിരിപ്പാടിന്റെയും ആര്യ പത്തനാടിയുടെയും മകനായി ജനിച്ച നീലകണ്ഠൻ നമ്പൂതിരി ജീവിതത്തിന്റെ എല്ലാ മുദ്രകളോടും തന്നെയാണ് വളർന്നത്. കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഗജശിക്ഷണ പഠനകാലത്താണ് പള്ളത്തേരി നമ്പ്യാത്തൻ നമ്പൂതിരിയുടെ അസാധാരണമായ കൈയടക്കശേഷി യുവാവായ നീലകണ്ഠൻ കാണുന്നത്. പണ്ട് ഇല്ലത്തുവെച്ച് മുണ്ടായ ഈച്ചരവാര്യർ വിതച്ച ഇന്ദ്രജാല കമ്പം മുളപൊട്ടി ഇതൾ വിടർന്ന് പടർന്നു വളരാൻ ആ കാഴ്ച മതിയായിരുന്നു. അടുത്ത നിമിഷം നീലകണ്ഠൻ പള്ളത്തേരിക്ക് ശിഷ്യപ്പെട്ടു. ആ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും വാഴക്കുന്നം എന്ന പ്രതിഭ വിസ്മയത്തിന്റെ ആകാശത്തേക്ക് വിടർന്നുണർന്നു. ആ കൈവേഗങ്ങളെ കാലമേറ്റെടുത്തു. കണ്ടുകണ്ടങ്ങിരിക്കെ പലതും കാണാതായി. കാണാതിരുന്ന പലതും കൺവെട്ടത്ത് ഉതിർന്നു വീണു. മായാജാലകവാതിലുകൾ തുറന്നു. അഭ്യാസബലത്തിന്റെ ദൂരങ്ങൾ താണ്ടി അയാൾ യാത്ര തുടങ്ങി. സൗഹൃദ സദസ്സുകളിലും കുടുംബാഘോഷ കൂട്ടായ്മകളിലും കുട്ടികൾ ചേരുന്ന ആൽത്തറകളിലുമെല്ലാം വാഴക്കുന്നത്തിന്റെ വിദ്യകൾ നിറഞ്ഞു. അതെ, കൺമുൻപിലുള്ളവ കാണാതായി. ശൂന്യതയിൽ നിന്നും വിസ്മയങ്ങൾ പൊഴിഞ്ഞു. എന്റെ മുത്തശ്ശന്റെ പെങ്ങളുടെ മകനാണ് അദ്ദേഹം. അമ്പലങ്ങളിലും ഇല്ലങ്ങളിലും ഒക്കെ അതെ അദ്ദേഹത്തിന്റെ ഒപ്പം എന്തെങ്കിലും കളി കാണാനായിട്ട് കുട്ടികളാണ് അധികം അടുത്തുണ്ടാവുക. പിന്നെ വലിയവരും ഉണ്ടാവും കേട്ടോ, ഇല്ലെന്നല്ല. അധികം ആളുകളുള്ള നേരത്തൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും കളി ഉണ്ടാവും. പിന്നെ കാണിച്ചു കൊടുക്കും. കൈ കൊണ്ട് ഒന്നും നമ്മുടെ കയ്യിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും കാണില്ല, എന്നാലും കളി ഉണ്ടാവും ചെയ്യും. എന്തെങ്കിലും ഒന്ന് കാട്ടാണ്ടിരിക്കില്ല. ഒരു പ്രാവശ്യമല്ല, തല വെട്ടി വെച്ച് കളിയാണ് പിന്നെ കണ്ടത്. അത് അപ്പന്റെ തലയായിരുന്നു വെട്ടിവെച്ചിരുന്നു. എനിക്ക് വല്ലാതെ വിഷമായി. അപ്പൊ ഞാൻ കുറെ നിലവിളിച്ചു കണ്ടിട്ട്. ഇതിഹാസ പുരാണങ്ങൾക്കൊപ്പം വാഴക്കുന്നം നമ്പൂതിരിയുടെ മാന്ത്രിക കഥകളും കുഞ്ഞുങ്ങളിൽ പകർന്ന മുത്തശ്ശിമാർ. ഒരു മാന്ത്രികൻ ജനതയുടെ ജീവിതത്തെ പകുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അവർക്ക് മുന്നിൽ അദ്ദേഹം ഒരു ഗന്ധർവ ജന്മമായി. ഓരോ ചുവടിലും വിസ്മയങ്ങൾ വിടർത്തുന്ന ഗന്ധർവൻ. രൂപിയായും അരൂപിയായും ആകാശചാരിയായും മലയാളിയുടെ മനോലോകങ്ങളിൽ വാഴക്കുന്നം വിളങ്ങി. ഈ നാടിന്റെ സുഹൃതം, ഇന്ദ്രജാലകലയുടെ പുണ്യം. കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ യാത്രാവേളകളിലോ യാതൊരു മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പും ഇല്ലാതെ തന്നെ ജാലവിദ്യ കാണിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് എന്റെ അച്ഛനുണ്ടായിരുന്നു. കുതിച്ചു വന്ന തീവണ്ടി ആ മാന്ത്രിക വിദ്യയ്ക്ക് മുമ്പിൽ മുന്നോട്ട് നീങ്ങാനാവാതെ നിശ്ചലമായി. നിമിഷാർത്ഥ നേരത്തിനുള്ളിൽ യാത്രികരുടെ ടിക്കറ്റുകൾ അപ്രത്യക്ഷമായി. കൈകൾ ഒന്ന് വീശി വിടർന്നപ്പോൾ മൂവാണ്ടൻ മാങ്ങേണ്ടി മണ്ണിൽ നിന്നും മുളച്ചുയർന്ന് മാങ്കനിയുമായി ആ വിസ്മയ പ്രതിഭയ്ക്ക് മുമ്പിൽ തലകുനിച്ചു നിന്നു.
മലയാളിയുടെ നാട്ടുപാതയുടെ ഓരങ്ങളിൽ, ആൾക്കൂട്ടങ്ങളിൽ, രാജസദസ്സുകളിൽ എല്ലാമെല്ലാം വാഴക്കുന്നത്തിന്റെ അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലം. അച്ഛൻ ചെപ്പടി വിദ്യയിലായിരുന്നു. പിന്നെ അച്ഛന്റെ പ്രധാന താല്പര്യം ചെപ്പും ബന്ധം. ഇങ്ങനെ 2 ചെപ്പുകൾ നിർത്തിവെക്കും. എന്നിട്ട് കുട്ടികളായോണ്ടായിരുന്നു അച്ഛന് ഭയങ്കര ഇഷ്ടം. കുട്ടികളെ 4 പുറം ഇരുത്തിയിട്ട് ഈ ചെപ്പും ബന്ധവും കാണിക്കാനൊക്കെ ആയിട്ട് ഇരുത്തും. എന്നിട്ട് അവരോട് ചോദിക്കും, ഇതിലുണ്ടോ അതിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ അതിലുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ചെപ്പിൽ 2 ഉണ്ടാവും, ചിലപ്പോൾ 2 ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ കക്ഷത്തുനിന്നൊക്കെ കണ്ടു വരുത്തും. മറ്റുള്ള ജാലവിദ്യക്കാർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക കഴിവുള്ള ഒരു ജാലവിദ്യക്കാരനാണ് പ്രൊഫസർ വാഴക്കുന്നം. കാരണം ഇദ്ദേഹം ക്ലോസപ്പ് വിദ്യകൾ ചെയ്യുന്ന കൂടിയിട്ട് ക്ലോസപ്പ് വിദ്യകൾ കാണിക്കുന്ന സമയത്ത് ചുറ്റുഭാഗത്തിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ശ്രദ്ധ ഇദ്ദേഹത്തിന്റെ ഈ പോയിന്റിലേക്ക് വരുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മോഡേൺ മാജിക്കിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ പോലുള്ള ജാലവിദ്യക്കാര് അല്ലെങ്കിൽ ശിക്ഷകണെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രൂപ്പിലാവുന്നതും. ഞങ്ങൾ ഒരു 10 വർഷക്കാലം ഞങ്ങൾ ജാലവിദ്യ ഈ മോഡേൺ മാജിക്കായിട്ട് അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാനും ഉണ്ടായിട്ടുണ്ട്. ഉത്തരങ്ങളില്ലാത്ത ഒരുപിടി ചോദ്യങ്ങൾ കാലാന്തരങ്ങൾക്ക് വിസ്മയിച്ചോർക്കാൻ ശേഷിപ്പിച്ചുകൊണ്ട് കൺകെട്ടും കഥകളും നിർത്തി ഒരു നാൾ വാഴക്കുന്നം മരണത്തിന്റെ കാണാനൂലിലൂടെ മറ്റൊരു ലോകത്തേക്ക് മറന്നു. യാത്രയാകും മുമ്പ് സ്വപ്നദർശനത്തിൽ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ കടം ചോദിച്ച തന്റെ ചെപ്പുകൾ അമ്പലനടയിൽ കാണിക്കവയ്ക്കാൻ പക്ഷെ അദ്ദേഹം മറന്നില്ല. എങ്കിലും ആ മാന്ത്രിക കിരീടം ഇന്നും നമുക്ക് മുന്നിലുണ്ട്. ഓർമ്മകളുടെ പുഴക്കാറ്റിൽ അതിന്റെ പട്ടുനൂലുകൾ പതിയെ ഇളകുമ്പോൾ പഴയ ആ ചോദ്യം വീണ്ടും എവിടെ നിന്നോ മുഴങ്ങുന്നു. എങ്ങനെയാ വാഴക്കുന്നം അന്ന് തീവണ്ടി മുറിയിൽ ടിക്കറ്റുകൾ അപ്രത്യക്ഷമാക്കിയത്? മദരാശിന്ന് ഞാൻ പോരുക. ഞാൻ കയറിയിട്ടുള്ള കമ്പാർട്ട്മെന്റിലും നിറച്ച ആളുണ്ട്, തിരക്കാണ്. ആ സമയത്ത് ആ ടിക്കറ്റ് കളക്ടർ വന്നിട്ട് അതിൽ കയറി ഇരുമ്പ് കൊടി കൊണ്ട് കടകടകടാ നിലയിച്ച് എന്ത് ചെയ്താലും ടിക്കറ്റ് കളക്ടർ വിടുന്നില്ല. അയാള് പിന്നെയും ടിക്കറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിയിട്ടില്ല ടിക്കറ്റ്, അവരൊക്കെ പരിശോധിക്കും നോക്കി അപ്പോഴേക്ക് ഞാൻ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ നോക്കി. അപ്പൊ അവരുടെ കയ്യിലുമില്ല, നോക്കുന്ന ആളുടെ കയ്യിലും ആരുടെ കയ്യിലും ടിക്കറ്റ് ഇല്ല. അല്ല ആളെ കൂടി ആർക്കോണത്തെത്തി. അപ്പൊ ഞങ്ങളെയൊക്കെ പിടിച്ച് താഴത്തേക്ക് ഇറക്കി. ആരും ടിക്കറ്റ് ഇല്ലാതെ കണ്ട് കയറിയ എന്നൊക്കെ പറഞ്ഞ് താഴത്ത് ഇറക്കി സാമാനമൊക്കെ പിടിച്ച് വച്ചെറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലഹളയായി പോലീസുകാരൊക്കെ എത്തി. ശേഷം മാഷ് ഒരു പത്ര അദ്ദേഹം വന്നു. ഓ പ്രൊഫസറാ അതേ വരുന്നാ വരുന്ന ഞാൻ അങ്ങനെ വരണം, ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. അത് സാരില്ല, നിങ്ങൾ അറിയില്ല അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാം, ടിക്കറ്റ് മടക്കി കൊടുക്കുന്നത്. ആ പോക്കറ്റിലെ പൊന്തിച്ചപ്പോ ആ പെൻസിലുകൾ പൊന്തിച്ചപ്പോ ഒരു കെട്ട് ടിക്കറ്റും വൃത്തിയാടി. എന്നാ നിങ്ങളൊക്കെ ഞാൻ പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് ഞങ്ങളെ തന്നെ കയറ്റി വിട്ടു എന്നാണ് കഥ.